UK വിസയും ഷെൻഗനും വീണ്ടും എടുക്കാൻ വേണ്ടി ജർമ്മനിയിൽ നിന്ന് നാട്ടിൽ പോയി വിസ കഴിഞ്ഞ് How are you? Very good. Very good. You are from? From Belgium. Antwerp. I'm also from Belgium. Antwerp. Oh, okay. Your name? Sophie. Sophie? Peter. കാണുന്നത് മരമാണ്. മരം കൊണ്ടുള്ള എസ്കലേറ്റർ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എസ്കലേറ്റർ കാണുന്നത്. മരം കൊണ്ട് ഇതിൻ്റെ ഇവിടെ നമ്മളിതാ ജസ്റ്റ് ആ സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ജങ്കാറിന് ഇതിനെന്താ പറയുക, ജങ്കാറിന് പറയാൻ പറ്റുമോ? ജങ്കാറിന് അറിയാം. സൈക്കിൾ മാത്രമേ കയറുള്ളൂ. ചെറിയ ആൾക്കാർ മൊത്തം മൊബൈലിൽ, വലിയ ആൾക്കാർ മൊത്തം ചെറിയ കുട്ടികൾ കളിക്കേണ്ട സാധനത്തിലാണ്. നമ്മളിതാ ജസ്റ്റ് ആ സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ജങ്കാറിന് ഇതിനെന്താ പറയുക, ജങ്കാറിന് പറയാൻ പറ്റുമോ? ജങ്കാറിന് അറിയാം. സൈക്കിൾ മാത്രമേ കയറുള്ളൂ, ബാക്കിയൊന്നും കയറില്ല. ഇതാണ് ഇങ്ങോട്ട് കയറുന്ന വഴി. അതിനുള്ളിൽ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഫ്രീ ആണ്, ഇതിന് പൈസയൊന്നുമില്ല. ഫ്രീ സർവീസാണ്. ചുമ്മാ കയറി ഇരുന്നാൽ മതി, ഇങ്ങനെ പോവാം. ഇതാണ് മെയിൻ റിവർ ഷെൽഡേ. ഇതാണ് മെയിൻ റിവർ ഷെൽഡേ എന്ന് പറഞ്ഞിട്ട്. ഇത് അത്യാവശ്യം നല്ല സ്പീഡുണ്ടല്ലോ. നോക്ക്, ഭയങ്കര സ്പീഡിലായി തോന്നുന്നു. സെക്കൻഡ് ലാർജസ്റ്റ് പോർട്ടാണ് യൂറോപ്പിലെ, ആൻഡ്വേർപ്പ്. അതെന്താ ഹോട്ടലാ, റൂംസ് ആണല്ലോ. അയവാ, എന്ത് നീളാണതിന്. അല്ല, ഷിപ്പ് വരും, അതല്ല ചെറിയ സംഭവം. പക്ഷെ ടൂറിസ്റ്റുകൾ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടെ അതാ പോകുന്ന. അതിൻ്റെ സ്പീഡ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. നല്ല മഴയാ. യെസ്, നല്ല സ്പീഡാട്ടോ. നമ്മൾ അവിടുന്ന് പുറപ്പെട്ടു, ഇതാ ഇവിടെ എത്തി. വിത്തിൻ ഒരു മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി. ഒരു മിനിറ്റ്. അതിനാണ് ഇനി ടൈം. ഫ്രീ ആണ്, അതാണ് മെയിൻ അട്രാക്ഷൻ. സാധാരണ അങ്ങനെ ഫ്രീ ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചെറിയൊരു പുഴ കിടക്കാൻ €2 കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഞാനിപ്പോൾ ഉള്ളത് ഒരു ടണലിൻ്റെ ഉള്ളിലാണ്. ഈ ടണൽ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടണലാണ്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് 1933-ലാണ്. 1933, ഏകദേശം 90 വർഷത്തോളമായി. അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു എസ്കലേറ്ററിൻ്റെ മുകളിലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊക്കെ മരമാണ്. നമ്മൾ സാധാരണ ഇത് കണ്ടിട്ടുള്ളത് ഒക്കെ അലൂമിനിയം, സ്റ്റീലൊക്കെ ആണ്. പക്ഷെ ഇത് മരമാണ്. മരം കൊണ്ടുള്ള എസ്കലേറ്റർ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എസ്കലേറ്റർ കാണുന്നത്. മരം കൊണ്ട് ഇതിൻ്റെ ഇവിടങ്ങളൊക്കെ മരം. 1933 ഉണ്ടാക്കിയ സംഭവമാണ്. 1933. ഇമാജിൻ ചെയ്ത് നോക്കണം, അത്രയും താഴ്ചയിൽ. ഇത് അതിൻ്റെ മിഡിലുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അത് വരുന്നുണ്ടോ? ഈ ഒരു ഇത് സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. ഒരുപാട് ഹൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വീണ്ടും താഴത്തേക്ക് പോവുകയാണ്. ഒരു ഒന്നൊന്നര സംഭവം കേട്ടോ. 1933 ഇങ്ങനെ ഈ ഒരു എസ്കലേറ്റർ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അതൊരു സംഭവം തന്നെയാണ്. നമ്മളിപ്പം എല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണിത്. പക്ഷേ 1933 ഉണ്ടാക്കിയ മരം കൊണ്ടുള്ള എസ്കലേറ്റർ ഒരു രക്ഷയില്ല. ഉള്ളിൽ ഇങ്ങനെ മരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്, മരത്തിൻ്റെ പ്ലേറ്റ്. പൊളിയല്ലേ? അടിപൊളി.
ഞാൻ ആദ്യം ഒരു ടണൽ എന്ന് വിചാരിച്ചപ്പോൾ അത്ര പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇതേപോലൊരു ടണൽ നമുക്ക് ജർമ്മനിയിൽ കാണാൻ പറ്റും കേട്ടോ. ഞാൻ ജർമ്മനിയിൽ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഹാംബർഗിൽ ഇതുപോലൊരു ടണലുണ്ട്. പക്ഷേ ഇതുപോലെ മരത്തിൻ്റെ എസ്കലേറ്ററൊന്നും അതിനില്ല. അത് ലിഫ്റ്റാണ്. ലിഫ്റ്റിൽ വലിയ 4 ലിഫ്റ്റ്, കാറൊക്കെ കയറാൻ പറ്റുന്ന വലിയ ലിഫ്റ്റാണ്. പക്ഷേ ഇത് ശരിക്കും ഒരു വെറൈറ്റി ആയിട്ടുണ്ട്, മരത്തിൻ്റെ എസ്കലേറ്റർ. എവിടെയെങ്കിലും നിങ്ങൾ ഇതുപോലത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ വീഡിയോൻ്റെ അടിയിൽ എന്തായാലും നിർബന്ധമായിട്ടും ഒന്ന് പറയണേ. കാരണം എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മരത്തിൻ്റെ എസ്കലേറ്ററിനെ പറ്റി അറിയുന്നതും അതിൽ കയറി നിൽക്കുന്നതും. ഓക്കെ, ഇനി എന്നാലും നമുക്ക് ടണലിൻ്റെ വിശേഷങ്ങൾ കാണാം. ഞാനിപ്പോൾ ഇനി ടണലിലേക്ക് പോവാണ്. ഇതിപ്പോൾ ഞാൻ മിഡിലാണ് നിൽക്കുന്നത്. ഇനി താഴേക്ക് ഇറങ്ങണം, ഒരുപാട് ദൂരം താഴേക്ക് ഇറങ്ങണം. ഒരുപാട് മുകളിൽ നിന്നാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഇനി താഴേക്ക് ഇറങ്ങാൻ പോവാണ്. ഇത് കൂടാതെ ഇവിടെ ഒരു ലിഫ്റ്റും ഉണ്ട്, ലിഫ്റ്റിലും ഇറങ്ങാം കേട്ടോ. ഇതാണ്, ഞാനിപ്പോൾ താഴത്തെത്തി, ഏറ്റവും താഴത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ടണൽ കാണാം. ഇതാണ് ടണൽ. ഇതുപോലൊരു ടണൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഹാംബർഗിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇതുപോലൊരു ടണൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. മുകളിൽ മൊത്തം വെള്ളമാണ്, അതിൻ്റെ അടിയിൽ ഒരു ടണൽ നിർമ്മിച്ചാണ് അങ്ങോട്ടേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1933. അപ്പോൾ അതാണിത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഒട്ടിച്ചായിരിക്കും ടൈൽസ്. പക്ഷേ എന്തായാലും ഈ എസ്കലേറ്റർ ഒരു സംഭവമാണ്, കിടുവാണ്. ചുമ്മാ പറഞ്ഞല്ല, 1933 ആണ് നമുക്കിവിടെ കാണാൻ പറ്റും. സെപ്റ്റംബർ 1933 ക്ലിയറായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1933 ഉണ്ടാക്കിയാണ്. സെറ്റല്ലേ? ഇതാണ് ഇതിൻ്റെ എലിവേറ്റർ. എന്താ -31 എന്നൊക്കെ എഴുതിയത്? എന്താ -31? ഐഡിയ. ഹെർഹാലിംഗ് 5 കിലോമീറ്റർ. സെയിൻറ്റ് അന്ന ടണൽ. ഒരുപാട് സൈക്ലിസ്റ്റുകൾ ഇതിലൂടെ വരുന്നുണ്ട്. എല്ലാവരും ഇതാണ് യൂസ് ചെയ്യുന്നത്, എസ്കലേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ആരും ലിഫ്റ്റ് യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു എലിവേറ്റർ കാണിക്കുന്നില്ല, അതിലൂടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് അപ്പുറത്തെ എലിവേറ്ററിൽ കയറുകയാണ് ചെയ്യുക. വെള്ളം ഉണ്ടാകുന്ന ഭാഗം ഇതാണ്. ഈ ബ്ലൂവിൽ കാണുന്ന ഇത്ര ഏരിയയിലാണ് വെള്ളമുള്ളത്. ബാക്കിയൊക്കെ ടണൽ കുറച്ചധികം നീളമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ബ്ലൂവിൽ കാണുന്ന ഭാഗമാണ് വെള്ളം. പിന്നെ ലെങ്ത്ത് 572 മീറ്റർ, ഏകദേശം 600 മീറ്ററിൻ്റെ അടുത്ത്, 1/2 കിലോമീറ്ററിലധികം ഉണ്ട്. ഡയമീറ്റർ 4.7 മീറ്റർ. ബാക്കിയൊന്നും എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ തിരിച്ച് എലിവേറ്ററിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ഇപ്പം വരും. നേരത്തെ അവിടെ -31 എന്നൊക്കെ ഞാൻ കാണിച്ചത്. ഇവിടെ ഇപ്പം 33 എന്നാണ് കാണിക്കുന്നത്. ഇവിടെ 3ഉം അവിടെ 31 എന്നൊക്കെ കാണിച്ചു. അവിടെ 6. എന്താ സംഭവം? 9 മീറ്ററാന്ന് തോന്നുന്നു കേട്ടോ. -31 എന്ന് കാണുന്നത് യെസ് മീറ്ററാണ്. അതിൻ്റെ തൊട്ടടുത്ത് M എന്ന് എഴുതിയിട്ടുണ്ട്. -31 മീറ്റർ, അത്രയും മീറ്റർ താഴെയാണ്. പിന്നെ ടണലിൻ്റെ പരിപാടി കഴിഞ്ഞ് നമ്മളിപ്പോൾ ഉള്ളത് ഫ്രൈസ്. ബെൽജിയം ഫേമസ് ഫോർ ഫ്രൈസാണ്. അപ്പോൾ ഒന്ന് ഫ്രൈ ട്രൈ ചെയ്യാം. അത് നമ്മളെല്ലാവരും പറയുന്ന ഫ്രഞ്ച് ഫ്രൈസ്, അത് ശരിക്കും ബെൽജിയം. സോസിനാ ചാർജ്. കറി കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ്, മയണൈസ് സമുറായി.
ഫുള്ള് കളർഫുൾ ആയിട്ട് എന്തൊക്കെയോ കാണുന്നു. ഇവിടുത്തെ ഒരു പഴയ കടയാണ്. കുറേ വർഷമായിട്ടുള്ള കട തോന്നുന്നു അല്ലേ? പക്ഷെ പഴയതാണ്. മൺഡേ ഇതെന്താ എഴുതി വെച്ച് മൺഡേ ട്യൂസ്ഡേ എന്നാണ്. മൺഡാഗ് ഡിൻസ്ഡാഗ് വൺസ്ഡാഗ് ഡണ്ടർഡാഗ്. ഇത് ഇവിടുന്നാണ് പള്ളിയിൽ നിന്ന് ഇങ്ങനെ മണിയടിച്ചുകൊണ്ടിരിക്കുന്നു. മഴയ്ക്കൊരു കുറവില്ല. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്ലാനിങ് എല്ലാം തെറ്റിയിരിക്കുന്നു. ലിയോണിഡാസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ബെൽജിയം ചോക്ലേറ്റ് ആണ്. ഫേമസ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ഷോപ്പാണ് കാണുന്നത്, ലിയോണിഡാസ്. ഇതെന്താ പൊട്ടറ്റോ? ഇത് വാങ്ങിച്ചിട്ട് അപ്പുറത്ത് പോയി ഇരുന്നിട്ട് കഴിക്കണം. ഇത് നമ്മൾ സെലക്ട് ചെയ്ത സാമുറായി ആണ്. കുറച്ച് സ്പൈസി ആയിരിക്കും എന്നാണ് പറയുന്നത്. അത്യാവശ്യം സ്പൈസിയാണ്. സൈക്കിള് കാണുന്നിടത്ത് തന്നെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാധനം അടിച്ചു മാറ്റി പോകും. കുറച്ച് സ്പൈസിയാണ്. എത്ര സ്പൈസി പ്രതീക്ഷിച്ചില്ല. ഇവിടെ കിട്ടൂല എന്ന് വിചാരിച്ചു. ഞാനിവിടെ നിൽക്കുമ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേര് വന്നിട്ടുണ്ട്. ഹായ്, ഹൗ യു? Very good. You're from? From Belgium. Antwerp. I'm also from Belgium. Antwerp. Oh, okay. Your name? Sophie. Sophie? Peter. Okay. Are you a reporter or something? No, we're just making a vlog today. Vlog. Okay, daily vlog. Yes. That's right. Today I will be in your vlog. Yeah. Yeah, of course. I really like that. People should know I reach here. That's why I really like that. Okay, I thought you're a press for reporter or something because I can see the camera and all. Anyway, nice to meet you. Yeah, it was nice to meet you. Wish you good luck. Thank you. You will get all the updates in Instagram. Just follow. I will do that. Then every day you will get updates. Okay, bye-bye. അവിടെ ഒരു ബാച്ചിലർ പാർട്ടി എന്തോന്ന് നടക്കുന്നുണ്ട്. എല്ലാം കൂടി അട്ടിക്ക് കയറി വെക്കുന്നതാണ്. ആൻഡ്വർപ്പൺ എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയോ? ഡച്ചിൽ ആൻഡ്വർപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ അത് ഹാൻഡ് ത്രോയിങ് എന്നാണ്. അതാ നിങ്ങൾ ആ സ്റ്റാച്യുവിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്നുണ്ടോ? ഒരു കൈപ്പത്തി എറിയുന്ന ഒരു സ്റ്റാച്യു ആണ് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ പുറകിലൊരു കഥ ഉണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതിലൂടെ ഷിപ്പുകൾ പാസ് ചെയ്യുമ്പോൾ അതിന് പൈസ കരം പിരിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. പൈസ വാങ്ങിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഷിപ്പിൻ്റെ ആളുകൾക്ക് അത് പൈസ കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നപ്പം ഒരു ജയൻ്റായിരുന്നു അത് പൈസ പിരിച്ചിരുന്നത്. പൈസ കൊടുക്കാൻ പറ്റാത്ത വരുമ്പോൾ അവരുടെ കൈ മുറിച്ചിട്ട് എറിയും. അങ്ങനെയാണ് ഹാൻഡ് ത്രോയിങ് എന്നുള്ളൊരു മീനിങ് വന്നത്. പിന്നെ ഒരു ഹീറോ വന്നിട്ട് ജയൻറ്റിനെ കൊന്നു എന്നാണ് കഥയിലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പേര് ഹാൻഡ് ത്രോയിങ് അല്ലെങ്കിൽ ഹാൻഡ് വെപ്പൺ എന്നുള്ള പേര് വരാൻ കാരണം. ഹാൻഡ് വെപ്പൺ അല്ലെങ്കിൽ ഹാൻഡ് ത്രോയിങ്. അല്ലേ ശങ്കർ
ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഒരു മെർക്കുറ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൻ്റെ മുമ്പിലാണ്. ഈ ഹോട്ടലിൽ എന്താ കാര്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പം ഇവിടെ വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ ഹോക്കി ടീം മെയിൻ ടീമിൻ്റെ വുമൺസ് മെൻസ് ടീം ഇവിടെ താമസിക്കുന്നുണ്ട്. നമ്മുടെ ശ്രീജേഷ് ഭായും എല്ലാവരും ഇവിടെ ഉണ്ട്. ഞാൻ ശ്രീജേഷ് ഭായിനെ കണ്ടു. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പോയതാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി വരാൻ വേണ്ടി കാത്തിക്കുകയാണ്. ഇതാണ് മെർക്കുറ ഹോട്ടൽ. മെർക്കുറ കാണുന്നില്ലേ? യെസ്. അപ്പോൾ പുള്ളി വരാൻ വേണ്ടി കാത്തിക്കാണ്. വന്നിട്ട് വിശദമായിട്ട് സംസാരിക്കണം. ഇത് ഇപ്പോൾ ജസ്റ്റ് കൈ കൊടുത്ത് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയത് കേട്ടോ. അപ്പോൾ വന്നിട്ട് വിശദമായിട്ട് സംസാരിക്കണം. നമ്മുടെ അനുവിന്ദും വൈഫും ഉണ്ട്, അവർ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അറിയില്ല, വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല. കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇന്നലെ മാച്ച് കാണാനുള്ള പാസ് കിട്ടിയില്ല, അത് കുറച്ച് മുമ്പേ പറയേണ്ടിയിരുന്നു എന്ന് പറഞ്ഞു. ലാസ്റ്റ് മൊമെൻറ്റിൽ പാസിന് പറഞ്ഞാൽ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് കിട്ടിയില്ല. എന്തായാലും ആളെ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പം ഒന്ന് വിശദമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആളിപ്പം വരും ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കാണാട്ടാ. വരാതാ കാത്തിരിക്കുന്ന. യെസ്. Hi, my name is Faiz, Kerala से हूँ. ये साइकिल में ट्रिप करता है. हमें केरला में इंडिया ट्रिप करता है. साइकिल में वो कॉन्टिनेंटल वेरीफाई करके ऑलमोस्ट 3 किलोमीटर से चल रहे अभी तक पहुँच गया. फर्स्ट ऑफ जून लंदन पहुँच गया. तो यहाँ पे पहुँच के तो पता चले कि हम लोग यहाँ पे भाई ने सोचा हम लोग साथ एक साथ मिले. चलो आ जाओ, हमारे लिए भी एक्सपीरियंस है क्योंकि अकेले तो मैं सारे चला गया हम मतलब फेस किया होगा क्या क्या फेस किया होगा. तो सारे क्योंकि हमारे भी एक सफ़र में है और इसके ये everything very very much busy face to face. My name is Faiz and basically I am Muslim. One place जब बनाने पूरे इराक, ईरान, आर्मेनिया, जॉर्जिया, टर्की, ग्रीस, नॉर्थ मैसेडोनिया, सर्बिया, क्रोएशिया, we will meet in Paris. After UK, I will come back to Paris for the Olympics and be there to support you all. That's nice. Yes. ഇന്നിവിടെ വീക്കെൻഡ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുള്ളിയുടെ ഇതിലായിരുന്നതിന് ബർത്ത്ഡേ നിങ്ങളതല്ലേ? ഈ പുള്ളിയുടെ ബർത്ത്ഡേ ഒരു 3-4 ദിവസം മുമ്പ് കഴിഞ്ഞു. പക്ഷെ ഇന്നാണ് ട്രീറ്റ്. അപ്പോൾ അത് വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി എടുത്ത് വെച്ചാൽ ആദ്യം കുട്ടി കഴിക്കുക, എന്നിട്ട് പരിചയപ്പെടുത്താം. വിശക്ക് നിന്ന് ഉച്ചക്ക് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല, ലൈറ്റായിട്ട് കഴിച്ചു. ഒരു വാഫിലും ഒരു ഫ്രൈസും ഒരു അത് ലൈറ്റൊന്നുമല്ല, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയ ആൾക്കാർ മൊത്തം മൊബൈലിൽ, വലിയ ആൾക്കാർ മൊത്തം ചെറിയ കുട്ടികൾ കളിക്കേണ്ട സാധനത്തിലാണ്. നെയ്ച്ചോറ്, ഇത് പരിപ്പ് കറിയാ? ഓക്കെ. ഇവിടെ എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലമുണ്ടോ? ബൊഫേ ആക്കാം, ബൊഫേ ആക്കാം. ഇവിടെ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇതുവരെ കാണാത്തൊരു കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പന്നി. എന്ത് പന്നിയാ? ഈ പന്നി വിൽക്കുന്നതിനനുസരിച്ചാണ് ഇതിന്റെ പോയിന്റുകൾ. തലകുത്തനെ വീണ 20, മൂക്ക് കുത്തി വീണ വേറെ, ചെവി കുത്തി വീണ വേറെ, ഇങ്ങനെ പല പൊസിഷനിൽ വീഴുന്ന. ഇത് ചുമ്മാ പറയല്ല കേട്ടോ, ഇത് ഒറിജിനൽ സാധനം. ഇതാ കളിക്കുന്ന സാധനമാണ്. ഇതാ ഇപ്പൊ അന്ന് ഇതിന്റെ ഉള്ളിലാണ് വരിക. ഇതൊന്ന് തുറന്നേ. യെസ്, ഇതാണ് സാധനം. ഇതിവിടെ മെയിൻ കളിയാന്ന് തോന്നുന്നു. നല്ല നല്ല അടിപൊളി പാക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ കാണിച്ചതാ.
എത്രയാ? 10. 10. 0. 0. ഇനി അടുത്തത് അടുത്തയാണ്. ആ ഇത് മൂക്ക് കുട്ടി. 10. 10, 15. 15, 15, 5, 20. 25. 25. വൗ വൗ വൗ. 0. ആ. 0. പതുക്കെ. ആ, ഇനി വെച്ചു. ആ. പതുക്കെ. ആ, ഔട്ട്. വെച്ചു ഔട്ട്. It's out. ഇട്. ആ, ഇട്. ഔട്ടായി. ആ, അടിപൊളി. 5. ഔട്ടായി. 10. 15. പതുക്കെ. പുറത്ത് പോയത്. ഓ പട്ടിയോ തൊട്ടാ? ഇല്ല. എത്ര അടിയാണ്? 5. 20. ആ, ഇനി അമ്മൂമ്മയുടെ കളി. ആ. 25. ദേ ചെറുക്കൻ. ആ, ഔട്ട്. പോയിന്റ് പോയി. അരിപ്പോ 20. ലൈനില്. 20. ആ, 0. 21. 26. ഇനി എത്രയും കൂടെ വേണം? ഇനി 20 കൂടെ. മുട്ടിയാ? മുട്ടി. കേറാം. Full Full zero. ആ കുഞ്ചു. ഓ പോയി 20. ടച്ച് ചെയ്ത്